സമൂഹത്തിൽ നടക്കുന്നത് ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറം ഒരു സാമൂഹ്യ ബോധം അല്ലെങ്കിൽ ഒരു പൊതുവീക്ഷണമില്ലാതെ കുട്ടികൾ മാറുമ്പോൾ അത് വലിയ പ്രയാസമായിട്ട് നാളുകളിൽ മാറും. ഇപ്പൊ ഏറ്റവും അടുത്ത നമ്മുടെ ശക്തന്റെ മണ്ണിൽ തൃശ്ശൂര് സ്കൂൾ കലോത്സവം നടന്നു. കലോത്സവത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു വീഡിയോ ആണ്. ഒരു ബ്ലോഗർ ഇങ്ങനെ ചെന്ന് കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കുട്ടി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? പിണറായി വിജയൻ. അതിലും കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് ഒരു കുട്ടി പറഞ്ഞു VD സതീശനെന്ന് ഉത്തരം പറഞ്ഞ ആളുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ, കുട്ടികളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഗാന്ധിജിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അംബേദ്കറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്നുള്ളതൊക്കെ ചോദിക്കുമ്പോ സിനിമാ നടനല്ലേ, ഇത് മറ്റേ ചിത്രകാരനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ ബ്ലോഗേഴ്സിന്റെ വീഡിയോ റീലുകളായിട്ട് വരുമ്പോ ഇത് കാണാറുണ്ട്. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായനാശാലകള്, വായന കണ്ണിൽ നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. എത്ര പേര് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള വായനാശാലകൾ ഉപയോഗപ്പെടുത്താറുണ്ട്? നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറഞ്ഞു, 60 പുസ്തകങ്ങൾ വായിച്ചു തീർത്ത കാര്യം. ഒരു തിരക്കിട്ട മനുഷ്യന് അത്രയും പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു പുസ്തകം തീർച്ചയായിട്ടും വായിച്ചു തീർക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതിനൊന്നും ആരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അപ്പൊ ഇങ്ങനെ പുതുതലമുറ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇവിടെ യുവത്വം വരുന്നില്ല, പരിപാടികൾ നടക്കുന്നില്ല നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ കയ്യെത്താ ദൂരത്താണ്. ഏതാനും മാസങ്ങൾക്ക് അകം നമ്മൾ ഇലക്ഷനെ നേരിടും. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം നമ്മൾ നേടിയിട്ടുണ്ട്. ഈ ഇലക്ഷനിലും അതിനേക്കാൾ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയം നമ്മൾ കൈവരിക്കും. 2026 നമ്മുടെ ഭരണം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വാർഡ് തലങ്ങളില്, ബ്ലോക്ക് തലങ്ങളില്, ജില്ലാ തലങ്ങളില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, പുതിയ തലമുറയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള നിർദ്ദേശങ്ങള്, ആശയങ്ങള് നമ്മൾ ഓരോരുത്തരുടെ ഇടയിൽ നിന്നും വരേണ്ടതുണ്ട്. അതാണ് ഈ ഒരു പടവ് ക്യാമ്പിലൂടെ